സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് നോക്കാം. വിശദമായി മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ആദ്യം. ഓപ്പറേഷൻ നിംഖോർ ഇടനിലക്കാരെക്കുറിച്ച് കസ്റ്റംസിന് വിവരം ലഭിച്ചു. മാഹിൻ അൻസാരിയുടെ മൊഴിയിൽ നിന്നാണ് നിർണായക തെളിവ് ലഭിച്ചത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടനില സംഘത്തെക്കുറിച്ച് അന്വേഷണം വ്യാപിപ്പിക്കും. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് ആന്ധ്ര, ഒഡീഷ തീരം തൊടും. കൊല്ലത്ത് കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ വയോധികയ്ക്ക് പരിക്ക്. കുണ്ടറയിൽ 30 അടി ഉയരമുള്ള സംരക്ഷണ ഭിത്തിയാണ് വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. പെരുമ്പുഴ സ്വദേശി ഗിരിജയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റു. മണ്ണിനടിയിൽ അകപ്പെട്ട ഗിരിജയെ പുറത്തെടുത്തത് നാട്ടുകാർ. ദേശീയപാതയിൽ മലപ്പുറം VK പടിക്ക് സമീപം വലിയ പറമ്പിൽ വാഹനാപകടത്തിൽ 2 മരണം. വൈലത്തൂർ സ്വദേശി ഉസ്മാൻ, വള്ളിക്കുന്ന് സ്വദേശി ഷാഹുൽ ഹമീദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്ക്. നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ കാറിടിച്ച അപകടം. കോട്ടയം വൈക്കം തലയോലപ്പറമ്പ് തലപ്പാറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം. കരിപ്പാടം സ്വദേശി മുർത്താസ് അലി റഷീദ്, വൈക്കം സ്വദേശി സിദ്ദിഖ് എന്നിവരാണ് മരിച്ചത്. സാരമായി പരിക്കേറ്റവരുടെ സുഹൃത്തിനെ പൊതിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് തോട്ടുമുക്കം പനംപിലാവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 2 മരണം. കക്കാടംപൊയിലിൽ നിന്ന് വന്ന ബൈക്ക് റോഡരികിലെ പറമ്പിലേക്ക് തെന്നി വീണായിരുന്നു അപകടം. ചൂളാട്ടിപ്പാറ സ്വദേശികളായ സൂരജ്, മുഹമ്മദ് ഷാനിദ് എന്നിവരാണ് മരിച്ചത്. കായംകുളം കണ്ടല്ലൂരിൽ 4.5 വയസ്സുകാരനെ ചട്ടുകം പഴിപ്പിച്ച് പൊള്ളിച്ചമ്മ. കുട്ടി നിക്കറിൽ മലമൂത്ര വിസർജനം നടത്തിയതിൽ പ്രകോപിതയായിട്ടായിരുന്നു ആക്രമണം. 4 ദിവസം മുൻപായിരുന്നു സംഭവം. പിൻഭാഗത്തും കാലിലും പൊള്ളലേറ്റ കുട്ടിയെ മാതാവ് തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർക്ക് സംശയം തോന്നി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ കനകക്കുന്ന് പോലീസ് കേസെടുത്തു. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. രാജമലയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ആക്രമണമുണ്ടായത്. ഒരു ഓട്ടോയും സമീപത്തെ പെട്ടിക്കടയും കാട്ടാന തകർത്തു. CPM വനിതാ നേതാവ് KJ ഷൈനെതിരായ സൈബർ അതിക്രമ പരാതിയിൽ അന്വേഷണ സംഘം ഇന്ന് പ്രത്യേക യോഗം ചേരും. ഓൺലൈനായാണ് യോഗം. കേസിൽ അറസ്റ്റിലായ KM ഷാജഹാന് കോടതി വേഗത്തിൽ ജാമ്യം നൽകിയത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായിരുന്നു. ഈ സാഹചര്യങ്ങൾ തുടർ നീക്കങ്ങൾ എങ്ങനെയാകണമെന്നതിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട്. ലഡാക്കിലെ പ്രക്ഷോഭത്തിന് പിന്നാലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ ജോധ്പൂരിലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരം അക്രമാസക്തമായതിന് പിന്നിൽ സോനം വാങ്ചുക്കാണെന്ന് ആരോപണം. ലഡാക്കിൽ പ്രതിഷേധിച്ച സംഘടനകളുടെ പ്രതിനിധികളുമായി ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡൽഹിയിൽ ചർച്ച നടത്തും. ഹമാസിനെ ഇല്ലാതാക്കും വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഇസ്രായേൽ ബന്ദികളിൽ ബാക്കിയുള്ള 20 പേരെയും തിരിച്ചയക്കണം. ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഹമാസിൽ ഒരാളെയും ബാക്കി വെക്കില്ലെന്നും മുന്നറിയിപ്പ്. നെതന്യാഹു സംസാരിക്കാനെത്തിയപ്പോൾ പൊതുസഭയിൽ നിന്ന് നിരവധി പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ UN പൊതുസഭയിൽ വാനോളം പുകഴ്ത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ലോകത്തിലെ വിനാശകരമായ യുദ്ധങ്ങൾ നിർത്താൻ ഇടപെട്ട് ട്രംപ് മനുഷ്യരാശിയെ രക്ഷിച്ചെന്ന് ഷഹബാസ് ഷെരീഫ്. സൗത്ത് ഏഷ്യയിൽ ഉണ്ടായ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെട്ടെന്നും പാക് പ്രധാനമന്ത്രി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇന്ന് സംസാരിക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 ജയശങ്കർ പൊതുസഭയെ അഭിസംബോധന ചെയ്യുക. ഇന്ത്യയുമായി ഉണ്ടായ സൈനിക സംഘർഷത്തിനിടെ 7 ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ തകർത്തെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്കും ജയശങ്കർ മറുപടി നൽകും. നോക്കാം വിശദമായി.
അയ്യപ്പ സംഗമത്തിലൂടെ CPM നേടിയ രാഷ്ട്രീയ മേൽക്കൈ മറികടക്കാൻ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ UDF. ശബരിമല വിഷയത്തിൽ കോട്ടയത്ത് ഇന്ന് UDF വിശദീകരണ യോഗം നടത്തും. SNDPക്ക് പിന്നാലെ NSS കൂടി ഇടത്തേക്ക് ചാഞ്ഞതോടെ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്കകളുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ അകൽച്ച ഇല്ലാതാക്കാനാണ് UDFന്റെ തീരുമാനം. സമുദായ സംഘടനകളെ കുറ്റപ്പെടുത്താതെ LDFനെ ആക്രമിച്ചായിരിക്കും UDF കരുനീക്കം നടത്തുക. G. സുകുമാരൻ നായരെ ആക്ഷേപിക്കുന്ന ഫ്ലക്സുകൾക്ക് പിന്നിൽ BJP ആണെന്ന പ്രചാരണവും UDF ശക്തമാക്കും. G. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം SNDPക്ക് പിന്നാലെ ഇപ്പോഴിതാ NSS അടക്കം കഴിഞ്ഞ 9 വർഷക്കാലമായി സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ച NSS അടക്കം ഇപ്പോൾ പൂർണ്ണമായും ഇടത്തോട്ട് ചാഞ്ഞത് വലിയ ആശങ്ക, വലിയ തിരിച്ചടിയായാണ് UDF കാണുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് നടക്കുന്ന വിശദീകരണ യോഗം ഏറെ നിർണായകമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും, എങ്ങനെയായിരിക്കും NSSനോട് തിരിച്ചുവരാൻ അല്ലെങ്കിൽ NSSനുള്ള മറുപടി കോൺഗ്രസ് നൽകുക, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭവ്യ, തീർച്ചയായും ഇത് രാഷ്ട്രീയമായി NSSുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഒരു മറുപടി എന്ന് തന്നെ നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും. കാരണം ഇതിൽ സമീപകാലത്തൊന്നും അങ്ങനെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നടത്തുന്ന രീതി UDFനെ സംബന്ധിച്ച് അങ്ങനെയില്ല. പക്ഷേ ഈ വിഷയത്തിൽ തള്ളിപ്പറഞ്ഞത് NSS ആണ്. അതിന്റെ ആഘാതം UDFനെ സംബന്ധിച്ചുണ്ട്. അതിഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. ഒന്ന്, കോൺഗ്രസിന് ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ട് വേണ്ട, ന്യൂനപക്ഷ വോട്ടുകളിൽ മാത്രമാണ് കോൺഗ്രസിന്റെ ശ്രദ്ധ എന്ന അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ശബരിമലയ്ക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല, പ്രക്ഷോഭങ്ങളിലടക്കമൊന്നും ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതേ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു നേട്ടമുണ്ടാക്കി എന്നുള്ളതല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. NSS ഏറ്റവും എല്ലാ കാലത്തും കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി UDFനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണുള്ളത്. അങ്ങനെ നിൽക്കുന്ന ഒരു സംവിധാനം വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഇനിയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1 മാസം കഷ്ടിയാണ് ബാക്കിയുള്ളത്. ആ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് UDFനെ സംബന്ധിച്ചുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ആ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഫലത്തിലൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നത്. മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും പറയുന്നുണ്ട് എങ്കിലും ആഗോള അയ്യപ്പ സംഗമം തന്നെ പ്രധാന അജണ്ടയാക്കി വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു മറുപടി ചെയ്യുന്നത്. എന്താണ് ശബരിമലയിൽ വിഷയത്തിൽ UDFന്റെ നിലപാട്? UDFനൊരു നിലപാട് തന്നെ ഇല്ല എന്നുള്ളത് NSS ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. സാധാരണ സർക്കാരുമായി പല വിഷയത്തിലും ആരോപണ പ്രത്യാരോപണങ്ങൾ NSS UDFന് ഉണ്ടാകാറുണ്ട്. LDFും UDFും BJP ഒക്കെ തമ്മിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനൊന്നും പെട്ടെന്ന് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം പറയുകയല്ല. അതിനൊക്കെ വാർത്താ സമ്മേളനങ്ങളിലൂടെയൊക്കെ മറുപടി പറഞ്ഞു പോവുകയാണ്. ഇതിപ്പോൾ ഒരു കോർണർ മീറ്റിംഗ്, അതും കോട്ടയത്ത് തന്നെ നടക്കുന്നു. NSS ആസ്ഥാനം ഇരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. അങ്ങനെ NSSന് ഒരു രാഷ്ട്രീയ മറുപടി പറയുക എന്ന ലക്ഷ്യം തന്നെ UDF ഇവിടെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം തന്നെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാവരും തന്നെ, കോൺഗ്രസിന്റെ നേതാക്കളെല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. വിവിധ ഘടകകക്ഷി നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു UDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ആവർത്തിച്ച് പിന്നീട് നടത്തിയ അഭിമുഖങ്ങളിലും UDFനെതിരെ അടക്കം G. സുകുമാരൻ നായർ പല രാഷ്ട്രീയ ആക്രമണവും നടക്കുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും BJPക്കെതിരെയുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ആഘാതം ഫലത്തിൽ എടുത്തു കാണുന്നത് UDFനെ തന്നെയാണ്. നമുക്കറിയാം ശബരിമല പ്രക്ഷോഭ സമയത്ത് ഏറ്റവും ശക്തമായി നിന്നത് സംഘപരിവാർ സംഘടനകളും BJPയും ഒക്കെ തന്നെയാണ്. പക്ഷേ അതിനുശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ പോലും നേട്ടം ഒരുപക്ഷെ BJPക്കല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക്, BJPക്ക് നേട്ടമുണ്ടായെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്തേക്ക് UDF ആണ് വിജയിച്ച് കയറുന്ന സാഹചര്യമുണ്ടായിരുന്നത്. അന്ന് UDF അനുകൂല നിലപാട് ഒരു പരിധിവരെ NSS സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ അടക്കം ഗുണമായി എന്നുള്ളത് UDF വിലയിരുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് അവർ എത്തുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. പക്ഷേ NSSനെ ഇതെങ്ങനെ ചൊടിപ്പിക്കും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. NSSന്റെ നിലപാടുകൾ ചൂണ്ടിക്കാട്ടാൻ ഒരു രാഷ്ട്രീയ വിശദീകരണം യോഗം നടത്തുക എന്നൊക്കെയുള്ളത് സാധാരണഗതിയിൽ NSS അത്രത്തോളം അംഗീകരിക്കുന്ന ഒരു രീതിയല്ല പലപ്പോഴും കാണാറുള്ളത്. അതൊരു നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് NSSും UDFും തമ്മിൽ മാറുമോ എന്നൊക്കെയുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
ഈ ഒരു യോഗത്തിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജി സുകുമാരൻ നായർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണത്തിൽ ഒന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാത്തത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ്. ഹിന്ദു വോട്ട് കോൺഗ്രസിന് ആവശ്യമില്ല, ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമാണ് ലക്ഷ്യമെന്നൊക്കെയുള്ള ആരോപണം വലിയ മുനവെച്ച് തന്നെയുള്ള ആരോപണമാണത്. ശരഭേഗത്തിൽ കോൺഗ്രസിന് കൊള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തിരിച്ച് പറയേണ്ടത് അല്ലെങ്കിൽ അതിനൊരു മറുപടി നൽകേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഈ മധ്യ കേരളത്തിലടക്കം NSS വോട്ടുകൾ ഉള്ള ഇടങ്ങളാണ് കൂടുതൽ. ആ NSS വോട്ടുകൾ കോൺഗ്രസിന് കിട്ടണമെങ്കിൽ കൃത്യമായി NSS കോൺഗ്രസിലോട്ട് ചായേണ്ടതുണ്ട്, മറുപടി പറയേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യം തന്നെയല്ലേ വലിയ തരത്തിൽ കോൺഗ്രസിന് ഒരു ആശങ്കയാകുന്നത്? അതും ഇന്നത്തെ വിശദീകരണ യോഗത്തിന് ഒരു വലിയ കാരണമല്ലേ ശ്രീജിത്ത്? ഭവ്യ, ഒരു പരിധിവരെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഏതാണ്ട് എല്ലാ പാർട്ടിയിലെയും നേതാക്കളൊക്കെ സാമുദായിക നേതാക്കളുടെ വോട്ട് അത് പൂർണ്ണമായും ബാധിക്കില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിഷപ്പ് അഭിപ്രായം പറഞ്ഞാൽ അതുപോലെ തന്നെയാണോ സഭാ അംഗങ്ങൾ വോട്ട് ചെയ്യുക? അതേപോലെ തന്നെയാണ് ഈ NSS ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിലും നേതാക്കളൊക്കെയും ചൂണ്ടിക്കാണിച്ചത്. അത് സുകുമാരൻ നായരുടെ വ്യക്തിപരമായ അഭിപ്രായം. അതിനനുസരിച്ച് എല്ലാ നായന്മാരും വോട്ട് ചെയ്യുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. തീർച്ചയായും ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പക്ഷേ പൊതുസമൂഹത്തിൽ ഇത് സ്വാധീനിക്കപ്പെടും. ഒരു വളരെ ചെറിയ നിഷ്പക്ഷ വോട്ടുകളുടെ വിഭാഗമെങ്കിലുമുണ്ട്. ആ വിഭാഗത്തെ സ്വാധീനിക്കുന്ന തരത്തിലായി മാറും ഇങ്ങനെ സാമുദായിക നേതാക്കൾ എല്ലാവരും ഒരേപോലെയുള്ള അഭിപ്രായം പറഞ്ഞാൽ എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. സർക്കാരിനെ ഇതുവരെ കഴിഞ്ഞ 8-9 വർഷമായി അതിശക്തമായി എതിർത്തിരുന്ന ഒരു സംഘടന സർക്കാർ ഇക്കാര്യത്തിൽ നല്ല കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനോട് എതിർപ്പുണ്ടായിരുന്ന ചെറിയൊരു വിഭാഗമെങ്കിലും തിരുത്തിയാൽ, നമുക്കറിയാം പല നിയമസഭാ മണ്ഡലങ്ങളിലടക്കം വളരെ ചെറിയ വോട്ടുകൾക്കാണ് പല മണ്ഡലങ്ങളിലും ഓരോ മുന്നണികളും ജയിച്ചു കയറുന്ന സാഹചര്യമുള്ളത്. UDFനെ സംബന്ധിച്ച് അത്രത്തോളം സേഫ് അല്ല കാര്യപ്പെട്ട പല മണ്ഡലങ്ങളും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു വിഷയത്തിൽ NSSന്റെ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യുന്നില്ലെങ്കിലും വളരെ ചെറിയൊരു വിഭാഗത്തിലെങ്കിലും വോട്ട് ഷിഫ്റ്റ് ഉണ്ടായാൽ അത് NSSൽ മാത്രമല്ല, പൊതുവെ ഇപ്പോൾ NSS, SNDP അങ്ങനെ പല സാമുദായിക സംഘടനകളും, KPMS ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പല സാമുദായിക സംഘടനകളും രംഗത്ത് വരുന്ന സമയത്ത് അതൊരു ചെറിയ രീതിയിലെങ്കിലും അത് ബാധിക്കും എന്ന് അവർ കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയ വിശദീകരണം യോഗം നടത്തി തങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്ത്. അതാണ് അവിടെ ഈ ജി സുകുമാരൻ നായരെ വലിയ തരത്തിൽ ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും അവിടെ പോലും കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന വരുന്നില്ല എന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കോൺഗ്രസും കാണുന്നുണ്ടാകും അല്ലേ? തീർച്ചയായും ഭവ്യ, സംസ്ഥാനത്ത് പലയിടത്തും പല പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ഈ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നേതാക്കൾ തന്നെ, കരയോഗം പ്രസിഡന്റുമാർ തന്നെയൊക്കെ പ്രതികരിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. അതിനപ്പുറത്തേക്ക് പലയിടത്തും ഫ്ലെക്സ് ബോർഡുകളാണ് ഉയർന്നിട്ടുള്ളത്. അത്തരം ഫ്ലെക്സ് ബോർഡുകൾ ആര് വെച്ചു, എങ്ങനെ വെച്ചു എന്നൊക്കെയുള്ളത് നമുക്കിനിയും സ്ഥിരീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പല കരയോഗം കെട്ടിടങ്ങളുടെയൊക്കെ മുന്നിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിലൊരു ഇന്നും നടക്കുന്ന രാഷ്ട്രീയ യോഗത്തിൽ എന്താണ് NSSന് UDF കൊടുക്കുന്ന മറുപടി എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രസക്തമായത്. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പുനഃസംഘടനയുടെ ആദ്യഘട്ടം ഉടൻ പൂർത്തിയാക്കാൻ നേതൃതലത്തിൽ ധാരണ. KPCC ജനറൽ സെക്രട്ടറിമാരെയുമായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക എന്നാണ് സൂചന. വിവാദങ്ങൾക്ക് വഴിവെച്ച ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പുനഃസംഘടനയും വൈകാതെ ഉണ്ടായേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകും പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കുക. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, പുനഃസംഘടനയുടെ ആദ്യഘട്ടം ഉടൻ പൂർത്തിയാക്കാനാണ് നേതൃതലത്തിൽ ധാരണയുണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഡാൻ പൂർണ്ണ പുനഃസംഘടന നടപ്പാക്കാൻ നേതൃത്വത്തിന് സാധിക്കാത്തത്? വിവരങ്ങൾ. ഭവ്യ, കഴിഞ്ഞ സെപ്റ്റംബർ 30 തന്നെ, അതായത് ഈ 30-നകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു ഹൈക്കമാൻഡ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് അടക്കം നൽകിയിരുന്നത്. പക്ഷേ ഈ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ചില തർക്കങ്ങൾ വലിയ തരത്തിൽ തടസ്സമായി മാറുകയായിരുന്നു. അങ്ങനെയാണ് DCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കടന്നാൽ അത് പാർട്ടിക്കുള്ളിൽ ഭിന്നതകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തലിലേക്ക് മുതിർന്ന നേതാക്കൾ അടക്കം എത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്തെ KPCCയുടെ
ജനറൽ സെക്രട്ടറിമാരെയും മാത്രം നിയോഗിച്ചുകൊണ്ട് പുതുതായി ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഭാഗികമായ ഒരു പുനഃസംഘടന അല്ലെങ്കിൽ ആദ്യഘട്ടം മാത്രം ഇപ്പോൾ പൂർത്തിയാക്കുക എന്നൊരു ധാരണയിലേക്ക് നേതൃതലത്തിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ KPCC ജനറൽ സെക്രട്ടറിമാരുടെയും ഈ പുനഃസംഘടന ലിസ്റ്റ് പട്ടിക എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചതിനനുസരിച്ച് DMCയിലും ഒരു പൊളിച്ചെഴുത്തിന് വഴി തുറക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ മുതിർന്ന നേതാക്കൾക്കെതിരെ തന്നെ സൈബർ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് DMCയുടെ കാര്യത്തിലും ഒരു പൊളിച്ചെഴുത്ത് വേണമെന്ന കാര്യം മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. അവിടെ KPCCയുടെ നേതൃതലത്തിലുള്ള ഒരു മുതിർന്ന നേതാവിനെ DMCയുടെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കും. ആ നേതാവിൻ്റെ ചുമതലയിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒരുക്കവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. KPCC സമാനമായ തരത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന പോലെ UDFന് വേണ്ടി മറ്റൊരു പ്രചാരണ തലവും ഡിജിറ്റൽ തലത്തിൽ ഒരുങ്ങുന്നുണ്ട്. ഇത് രണ്ടും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും KPCCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ പൊതുസംഘടനയുടെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞാൽ ആ ആത്മവിശ്വാസത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സമ്പൂർണ്ണ പൊതുസംഘടന പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡും KPCC നേതൃത്വവും. അപ്പോഴും ഈ പൂർണ്ണമായി ഈ പുനഃസംഘടന നടപ്പാക്കാൻ സാധിക്കാത്തതിൽ ഈ ഗ്രൂപ്പ് തർക്കങ്ങൾ ഒരു വലിയ കാരണമാകുന്നുണ്ടോ? ഡാൻ, ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറയുന്നത് അതിലേക്ക് നയിക്കുന്നുണ്ട്. പ്രധാനമായും നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമൊന്നും ഇപ്പോഴും പരിഹരിക്കാൻ പല തട്ടിലാണ് വിഷയത്തിൽ കോൺഗ്രസ്. അപ്പോൾ അതൊക്കെ ഈ പൂർണ്ണ പുനഃസംഘടനയിലേക്ക് എത്താത്തതിൽ ഒരു വഴി തടസ്സമായി നിൽക്കുന്നുണ്ടോ ഡാൻ? അതായത് തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഫോൺ കോൾ വിവാദത്തിന് പിന്നാലെ പാലോട് രവി രാജിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പകരം ചുമതല താൽക്കാലികമായി നൽകിയത് N ശക്തനായിരുന്നു. പക്ഷേ N ശക്തൻ താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരാനില്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ താൻ രാജിവെക്കുമെന്ന് നേതൃത്വത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ആരാകണം DCC അധ്യക്ഷൻ എന്ന കാര്യത്തിൽ ഒരു ഏക അഭിപ്രായത്തിലേക്ക് എത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഈ തർക്കം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പ്രതിപക്ഷ നേതാവ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഒരു പേരാണ്, മറ്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ മറ്റൊരു പേർ മുമ്പോട്ട് വെക്കുന്നു. KC വേണുഗോപാൽ പക്ഷവും സമാനമായ തരത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി വാദമുന്നയിക്കുന്ന സാഹചര്യം. ഇങ്ങനെ 3 പേരുകൾ ഈ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ സജീവമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായി ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുനഃസംഘടനാ നടപടികൾ ഈ DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ തീരുമാനമാകാൻ കഴിയാത്തതിൻ്റെ പേരിൽ പുനഃസംഘടന പൂർണ്ണമായി നടക്കാതെ ഇരുന്നാൽ അത് സംഘടനയെ താഴെത്തട്ടിലേക്ക് ബാധിക്കും, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ അടക്കം പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയാക്കുക. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടാൽ ആ ആത്മവിശ്വാസവുമായി രണ്ടാം ഘട്ടത്തിൽ സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് കടക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കായംകുളം കണ്ടല്ലൂരിൽ 4.5 വയസ്സുകാരനെ ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ചമ്മ. കുട്ടി നിക്കറിൽ മലമൂത്ര വിസർജനം നടത്തിയതിൽ പ്രകോപിതയായിട്ടായിരുന്നു ആക്രമണം. 4 ദിവസം മുൻപായിരുന്നു സംഭവം. പിൻഭാഗത്തും കാലിലും പൊള്ളലേറ്റ കുട്ടിയെ മാതാവ് തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർക്ക് സംശയം തോന്നി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ കനകക്കുന്ന് പോലീസ് കേസെടുത്തു. ഡോക്ടറോട് വീട്ടുകാർ പറഞ്ഞത് ചപ്പാത്തി ചുടുന്ന കല്ല് കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു പൊള്ളി എന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഡോക്ടർ പ്രാഥമിക ശുശ്രൂഷ നൽകി അന്നേരം തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ തന്നെ ചിൽഡ്രൻസ് വെൽഫെയറിൽ വിളിച്ചു പറഞ്ഞ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത്യാവശ്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ കനകക്കുന്ന് സ്റ്റേഷനിൽ വിളിച്ചു പറയുകയും പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി, അതായത് ഈ കുഞ്ഞ് തന്നെ പറയുകയുണ്ടായി, കുഞ്ഞ് നിക്കറിൻ്റെ അകത്തിൽ ഇട്ടതുകൊണ്ട് അമ്മ തന്നെ ഈ കുഞ്ഞിൻ്റെ ചന്തിക്ക് ഇത് പഴിപ്പിച്ച് വെക്കുകയാണ് പറയുന്നത്. അത് 2 ചന്തിയും ഒരു കാലിൻ്റെ ഒരു ഭാഗവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പൊള്ളിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ പോലീസിൽ അന്വേഷിച്ചപ്പോൾ പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ FIR ഇട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് കൃത്യമായി തന്നെ കേസിൻ്റെ മുറയ്ക്ക് പോവുകയാണ്. അതിൻ്റെ തുടർ നടപടികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് വേണ്ട രീതിയിലുള്ള
കുട്ടിക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള സമീപനത്തിലേക്ക് പോലീസുകാർ നീങ്ങുന്നു എന്നാണ് കനകക്കുന്ന് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. ശരണ്യ, ഈ 4.5 വയസ്സുകാരനെ അമ്മ പൊള്ളലേൽപ്പിച്ചിരിക്കുന്നു. ഇത് കുഞ്ഞിന്റെ പെറ്റമ്മ തന്നെയാണോ? ഭവ്യ, അതീവ ദുഃഖകരമായ സംഭവം എന്ന് തന്നെ പറയാം. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗത്ത് നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കണ്ടല്ലൂർ പഞ്ചായത്തിൽ 4-ാം വാർഡിലാണ് ഈ കുഞ്ഞ് ഉള്ളത്. അച്ഛൻ്റെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കനകക്കുന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ അമ്മയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 4.5 വയസ്സായ ആൺകുഞ്ഞിനാണ് ഇങ്ങനൊരു പൊള്ളൽ ഏറ്റിട്ടുള്ളത്. കുട്ടി വസ്ത്രത്തിൽ മലമൂത്ര വിസർജനം നടത്തിയെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിന് ഇത്തരത്തിലൊരു ഉപദ്രവം അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് കുഞ്ഞിൻ്റെ പിൻഭാഗത്ത് 2 ഭാഗങ്ങളിലും നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അതിന് കൂടാതെ അത് കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ സൈഡ് ഭാഗത്തായിട്ട്, തുടയുടെ ഇരുവശങ്ങളിലുമായിട്ടും അത്തരത്തിൽ കുഞ്ഞിന് പൊള്ളലേറ്റതായി കണ്ടിട്ടുണ്ട്. വലിയ രീതിയിൽ, അതായത് ചട്ടകം പോലുള്ള എന്തോ സംഭവം, പോലീസ് ചട്ടകമാണെന്നാണ് പറയുന്നത്, ചൂടാക്കി കുഞ്ഞിന്റെ ആ പിൻഭാഗത്തും സൈഡിലും ഒക്കെ വെച്ചിരിക്കുകയാണ്. ശരി ശരണ്യ, തുടരുക ദയവായി. ഇപ്പോൾ വാർഡ് മെമ്പർ രാജേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജേഷ്, വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി. അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു സംഭവം. ഒരു 4.5 വയസ്സുകാരനാണ്. ഇതിനു മുൻപും ഇവരിങ്ങനെ ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇത് കുട്ടിയുടെ പെറ്റമ്മ തന്നെയാണല്ലോ അല്ലേ? നമുക്ക് അങ്ങനെ തോന്നിപ്പോകും അങ്ങനെ ചോദിക്കാൻ. ശരിയാണ്, നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ സ്വന്തം അമ്മ തന്നെയാണോ ഇത് ചെയ്തെന്ന് തോന്നിപ്പോകും. കാരണം ഇപ്പം നമ്മളിപ്പം മിക്കവരും പറയുന്നത് ഈ കുഞ്ഞിനെ നിരന്തരമായി ഇങ്ങനെ ഉപദ്രവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പല സംഭവങ്ങളും ഇതുപോലെ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഇത്ര ദാരുണമായ രീതിയിൽ ഇതേ രീതിയിൽ ഒരു 4.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നൊന്ത് പ്രസവിച്ചൊരു അമ്മ പോലും അങ്ങനെ ചെയ്യില്ല. അത്രയ്ക്ക് വളരെ വളരെ ഭയാനകമായ രീതിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ വീണാണെങ്കിൽ പോലും ഇത് പറയുന്നത് അമ്മ പറഞ്ഞത് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇരുന്നതാണ്, അല്ലെങ്കിൽ വീണതാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. കുഞ്ഞിന്റെ 2 ചണ്ടി, കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗം, ഞാൻ നേരിട്ട് പോയി കണ്ടാണ് കുഞ്ഞിന്റെ അവസ്ഥ. ശരിക്കും നമുക്ക് ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അടിയന്തരമായി തന്നെ അവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ചൈൽഡ് വെൽഫെയറിന്റെ റിപ്പോർട്ട് വന്നാൽ അന്നേരം തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇതിപ്പം 4.5 വയസ്സുകാരനാണ്, അവൻ സംസാരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ കുഞ്ഞിനോട് ആശുപത്രി അധികൃതരോ ആരെങ്കിലും സംസാരിച്ചിരുന്നോ? എന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞെന്തെങ്കിലും പറഞ്ഞിരുന്നോ? കുഞ്ഞാണ്, കള്ളം പറയില്ല. നമുക്ക് അറിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ചൈൽഡ് വെൽഫെയറുകാർ വന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് കൃത്യമായി തന്നെ അമ്മ ചെയ്തതാണെന്ന് അവരോട് കൃത്യമായി തന്നെ മൊഴി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് ആദ്യം തന്നെ. അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അതിന്റെ നിലയിലാണ് അവർ ചൈൽഡ് വെൽഫെയറുകാർ കേസ് എടുത്തിരിക്കുന്നത്. പോലീസും അതേ രീതിയിൽ തന്നെയാണ് മൊഴിയെല്ലാം ആദ്യം അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ അമ്മയെ ചോദ്യം ചെയ്തിരുന്നോ പോലീസ്? അമ്മയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്. അമ്മുമ്മയുണ്ടായിരുന്നു സ്ഥലത്ത്. ഇവരുടെ കുടുംബപരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകളാണോ? ഈ കുട്ടിയുടെ അച്ഛൻ എവിടെയാണ്? അച്ഛൻ എന്താണ് പറയുന്നത്? അച്ഛൻ മിലിറ്ററിയിലാണ്. അച്ഛൻ ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞ അച്ഛനും വളരെ മാനസികമായി വളരെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് കുഞ്ഞിന്റെ സ്ഥിതി അറിഞ്ഞുകൊണ്ട്. അപ്പൊ എന്റെ വാർഡിൽ ഇപ്പം എന്റെ പ്രദേശം ഇപ്പം ഇപ്പം കുറച്ച് ദിവസങ്ങളായുള്ളൂ ഒരു താമസമായിട്ട്, പുതിയ വീട് വെച്ച് താമസമായിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഈ കുട്ടിയുടെ അച്ഛന്റെ അമ്മയാണ് പോലീസിൽ പരാതി നൽകിയെന്ന് പറയുന്നു. അവരെന്താണ് പറയുന്നത്? അവരല്ല, ഡോക്ടറാണ്. അതായത് ഹോസ്പിറ്റൽ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർക്ക് ഡൗട്ട് തോന്നിയാണ്, ഡോക്ടറാണ് ചൈൽഡ് വെൽഫെയർ വിളിച്ചു പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മൊഴിയെടുത്തത്. അപ്പൊ ഈ അമ്മുമ്മ ഉൾപ്പെടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്, കൃത്യമായി തന്നെ. ഓ, അത് ശരി, അങ്ങനെയാണല്ലേ? അതെ 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 അതെ, ശരി. വളരെ നന്ദി. വാർഡ് മെമ്പറാണ് കെ രാജേഷാണ് നമുക്ക് വിവരങ്ങൾ പങ്കുവച്ചത്. ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമ്മയിൽ നിന്ന് മൊഴി എടുത്തു എന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നു. കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പർ നമ്മളോട് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രമുള്ളൊരു മാനസിക തലത്തിലേക്ക് ആ അമ്മ പോയത് എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സ്വന്തം അമ്മ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു വലിയ സംശയമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഭവ്യ, ഇത് ഭർത്താവ്
പട്ടാളക്കാരനാണ്. മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഭർത്താവ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പെരവാസോലി കഴിഞ്ഞ് തിരിച്ച്, അതായത് പുതിയ വീട് ഇവർ വെച്ചു, അതിൻ്റെ കയറി താമസം കഴിഞ്ഞ് തിരിച്ച് പോയതേ ഉള്ളൂ, ലീവ് കഴിഞ്ഞ്. അപ്പോൾ അദ്ദേഹത്തെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളോട് ഇപ്പോൾ കനകക്കുന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം 4.5 വയസ്സുള്ള കുഞ്ഞാണ്. ഈ കുട്ടി എത്ര ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും അമ്മയോട് വലിയ അറ്റാച്ച്മെന്റ് കുട്ടി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ആദ്യഘട്ടത്തിൽ ഇങ്ങനെ അമ്മ പൊള്ളലേൽപ്പിച്ചു എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് രണ്ടാമത് കുട്ടിയോട് കുട്ടിയെ കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു വന്ന് ചോദിച്ചപ്പോൾ കുട്ടി അത് മാറ്റി പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ചൈൽഡ് വെൽഫെയർകാരും കുട്ടിയുടെ മൊഴിയെടുത്തപ്പോൾ അത് മാറ്റി പറയുന്നുണ്ടെന്ന് പറയുന്നു. ഒരുപക്ഷെ അമ്മയോടുള്ള ഒരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. പക്ഷേ ഈ പോലീസ് എന്തായാലും അറസ്റ്റ് എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. 4.5 വയസ്സുള്ള കുഞ്ഞായതുകൊണ്ട് തന്നെ അച്ഛനെ വിവരം അറിയിച്ചു. അച്ഛൻ ഇവിടേക്ക് എത്താൻ, കാരണം അമ്മ ആ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അച്ഛൻ്റെ ഭാഗത്ത് കുട്ടിയെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സാവകാശം പോലീസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പോലീസും പറയുന്നത് ഇവർ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ കുട്ടി ഇവർ യൂട്യൂബോ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിൽ ഈ കുട്ടി ഇടയ്ക്ക് ചെന്നാലൊക്കെ ഇവർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഏത് മാനസികാവസ്ഥയാണ് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇങ്ങനെ ഇത്രയും ക്രൂരമായ, ഒരുപക്ഷെ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തേക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. അത് കണ്ടിട്ടും അങ്ങനെ അത് തുടർന്നു എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായും ഒരു പെട്ടെന്നുള്ളൊരു സഡൻ പ്രൊവോക്കേഷൻ്റെ പുറത്ത് ഇത്രയും ഇടങ്ങൾ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കൗൺസിലിംഗ് കൊടുത്തിട്ട് കുട്ടിയുടെ അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ്. ഒരു പ്രശ്നങ്ങളുമില്ലാത്ത, സാമ്പത്തികമായൊക്കെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ഫാമിലിയിലാണ് ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ മേലൊരു സഡൻ പ്രൊവോക്കേഷൻ പോലെ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ആ കുട്ടിയെ നേരത്തെ അടിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നതിനിടയിലൊക്കെ കുട്ടി ചെന്നാൽ അങ്ങനെ ആ രീതിയിൽ പ്രതികരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട്. പക്ഷേ അതേസമയം തന്നെ അമ്മ ആദ്യം കളവ് പറഞ്ഞു എന്നുള്ളതാണ്. കുട്ടി ചപ്പാത്തി ചുടുന്ന കല്ല് അതിൻ്റെ പുറത്ത് കയറി ഇരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നി. കുട്ടിയുടെ ഈ കാലിൻ്റെ തൊടയുടെ ഇരുവശങ്ങളിലും പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പോൾ ഇരുന്നാൽ സൈഡിൽ എങ്ങനെ പൊള്ളലേൽക്കും എന്നുള്ള ചോദ്യം ഉറപ്പായിട്ട് വരുമല്ലോ. ആ ഒരു ചോദ്യത്തിൻ്റെ പുറത്തും പിന്നെ ഈ അച്ഛൻ്റെ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞിന് പാൻസ് ഇടിപ്പിച്ചായിരുന്നു ആശുപത്രി കൊണ്ടുപോകാനായിട്ട് നിർത്തിയിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് അവരെ പരിശോധിച്ചു. അവർ പരാതി കൊടുത്തു. പരാതിക്കാരി അമ്മുമ്മയാണ്, അച്ഛൻ്റെ അമ്മയാണ് എന്നുള്ളതാണ് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആശുപത്രിയിൽ നിന്ന് ഇൻറ്റിമേഷൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുള്ളിലുള്ള ജുനൈൽ ആക്ട് പ്രകാരമാണ് അമ്മയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. ഇന്ന് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് കനകക്കുന്ന് CA ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറഞ്ഞത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് പ്രധാനപ്പെട്ട നിരവധി വാർത്തയിലേക്ക് എത്തണം. വളരെ വേഗം ഇടവേളയ്ക്ക്. തിരികെ വാർത്തയിലേക്ക്. കൊച്ചി നഗരസഭ നടപ്പിലാക്കിയ ഇരട്ട ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ഭൂരഹിതരും ഭവനരഹിതരുമായ 394 കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്നത്. ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. 2 ടവറുകളും 90 കോടിയോളം രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വിശദാംശങ്ങൾ. ഭവ്യ, കഴിഞ്ഞ നാളുകളായി കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ഇത് തന്നെയാണ് എന്ന് മേയർ അനിൽകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മൾ ഈ തുരുത്തി എന്ന് പറയുന്ന, കൊച്ചിയിലെ തുരുത്തി എന്ന് പറയുന്ന ആ സ്ഥലത്താണ്. ഇവിടെ 2 ടവറുകളിലായിട്ട് 394 കുടുംബങ്ങൾക്ക് അവർക്ക് ഒരു ഭവനം, സുരക്ഷിതമായൊരിടം അവർക്ക് താമസിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് നിസാര കാര്യമല്ല. ഭൂരഹിതരും ഭവനരഹിതരുമായവർക്കാണ് വളരെ ഒരു സൂപ്പർ ക്ലാസ് എന്ന് പറയാവുന്ന ഒരു നിലവാരത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അതും ഈ ഫോർട്ട് കൊച്ചിയോട് ചേർന്നുള്ള ഈ തുരുത്തി പ്രദേശത്തെല്ലാം തന്നെ വലിയ രീതിയിൽ സ്ഥലവിലയും എല്ലാം തന്നെ വരുന്ന ഒരിടത്താണ്, സുന്ദരമായൊരിടം എന്നെല്ലാം നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് 394 കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ഇന്ന് അവർക്ക് ഇതിൻ്റെ താക്കോൽ കൈമാറുകയാണ്. നമുക്കിതിൻ്റെ അകത്തേക്ക് വരികയാണ്. കാരണം ഒറ്റ ബെഡ്റൂമോട് കൂടിയ ഏതാണ്ട് 380 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഒരു സ്ഥലമെന്ന് പറയുന്നത്. നോക്കുക, സുന്ദരമായൊരു ഇടം, ഒരു ബെഡ്റൂമോടുകൂടി, കിച്ചണോടുകൂടി, ലിവിങ് ഏരിയ, 2 ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇതെല്ലാം കൂടിയാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്.
ഏതായാലും 2 ടവറുകൾ, അതിൽ ഒന്ന് കൊച്ചിൻ കോർപ്പറേഷൻ പൂർണ്ണമായും കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ തന്നെ തീർക്കുമ്പോൾ രണ്ടാമത്തെ ടവർ വന്നിരിക്കുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് കോർപ്പറേഷന് വേണ്ടി പൂർത്തീകരിച്ചിരിക്കുന്ന പദ്ധതി കൂടിയാണ്. ഓരോ ടവറും 10,000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണമുണ്ട്. മുഴുവൻ വിസ്തീർണമെന്ന് പറയുമ്പോഴേക്കും സുന്ദരമായ ജാലക കാഴ്ചകളെല്ലാം കൊച്ചിയുടെ ഒരു സവിശേഷ സിഗ്നേച്ചർ ഷോട്ട്സ് എന്നെല്ലാം തന്നെ പറയാവുന്നതാണ്. തൊട്ടപ്പുറത്ത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഒരു വിശാലത, പച്ചപ്പും ഇതെല്ലാം തന്നെ ചേരുന്ന സുന്ദരമായ ബാൽക്കണി കാഴ്ചകളെല്ലാം നിറയുന്ന ഒരിടം തന്നെയാണ്. ഏതായാലും ഇവിടെ ഈ ഒരു സുന്ദര സ്ഥലത്ത് തന്നെയാണ് ഇതുപോലെ ഒരു നല്ല ഒരു ഭവന സമുച്ചയം തന്നെ, പാർപ്പിട സമുച്ചയം തീർത്തിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളായിട്ട് ഏതാണ്ട് ഈ കൗൺസിലിൻ്റെ ഒരു കാലം മുതൽ തന്നെ ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇത് കൊച്ചിയിൽ ഇവിടെയെല്ലാം തന്നെ അവർക്ക് ഭൂമി വില കൊണ്ട് അപ്രാപ്യമായ ഒരിടമായിരുന്നു. ഭവനരഹിതരായിരുന്നവർ ഇവരിൽ നിന്നാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയും ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്തത്. 2 ടവറിനുമായിട്ട് ഏതാണ്ട് 90 കോടിയോളം രൂപയാണ് ചെലവ് വന്നിരിക്കുന്നത്. അടുക്കള സൗകര്യങ്ങളും എല്ലാം മികച്ച നിലയിൽ അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ ഒരു താക്കോൽ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. പൂർണ്ണമായും തന്നെ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നു. താഴെ കടമുറികളുണ്ട്, കമ്മ്യൂണിറ്റി ലിവിങ്ങിന് വേണ്ട അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. കടമുറികളിൽ നിന്ന് ലഭിക്കുന്ന വാടക, അത്തരം കാര്യങ്ങൾ കൊണ്ട് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ സൗകര്യം, നിരവധി പേർ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതൊന്ന് പൂർത്തീകരിക്കുക എന്നത്. അത് മികച്ച നിലവാരത്തിൽ നല്ല സൗകര്യങ്ങളോടുകൂടി നല്ല നിലവാരത്തോടുകൂടി ഈ കൊച്ചിൻ കോർപ്പറേഷൻ ഈ കൗൺസിലിൻ്റെ കാലത്ത് അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇന്ന് വൈകിട്ട് അതിൻ്റെ താക്കോൽ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. ഭവ്യ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ നിംഗോറിൽ ഇടനിലക്കാരെക്കുറിച്ച് കസ്റ്റംസിന് വിവരം ലഭിച്ചു. മാഹിൻ അൻസാരിയുടെ മൊഴിയിൽ നിന്നാണ് നിർണായക തെളിവ് ലഭിച്ചത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടനില സംഘത്തെക്കുറിച്ച് അന്വേഷണം വ്യാപിപ്പിക്കും. ഡാനി ഇപ്പോൾ തന്നെ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഓപ്പറേഷൻ നിംഗോറിൽ ഇടനിലക്കാരെക്കുറിച്ച് വിവരം ലഭിച്ചോ എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കേരളത്തിലേക്കും അന്വേഷണം വലിയ തരത്തിൽ വ്യാപിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ ഇടനിലക്കാരെക്കുറിച്ച് എന്തൊക്കെ വിശദാംശങ്ങളാണ്, വിവരങ്ങളാണ് കസ്റ്റംസിന് ലഭിച്ചത്? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നത് ആരിത് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നത് സംബന്ധിച്ചാണ്. അതിൽ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യൽ നിർണായകമായി. മൂവാറ്റുപുഴ സ്വദേശി മഹിൻ അൻസാരിയാണ് ചോദ്യം ചെയ്തത്. മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കസ്റ്റംസ് അദ്ദേഹത്തെ വിട്ടയച്ചത്. വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് കസ്റ്റംസിന് ബോധ്യമായിരുന്നു. ആരാണ് ഇത് ഇവിടേക്ക് എത്തിക്കുന്നത്, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നതാണ്. പ്രധാനമായും തന്നെ കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റാക്കറ്റ്, അതോടൊപ്പം തന്നെ മുംബൈ കേന്ദ്രമാക്കിയും ഡൽഹി കേന്ദ്രമാക്കിയും പ്രവർത്തിക്കുന്ന ഉത്തരേന്ത്യൻ റാക്കറ്റുകൾ, ഇവരാണ് പൂർണ്ണമായും തന്നെ ഈ ഒരു ബിസിനസ് എന്നൊക്കെ പറയാവുന്ന ഈ സംഭവങ്ങൾ കൈയാളുന്നവർ. ഇവരെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. വാഹനം കടത്തിക്കൊണ്ടുവരികയും പിന്നീട് ഇവിടെ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും അതിൻ്റെ ഒരു വിൽപ്പന നടത്തുന്നതിന് വേണ്ടി അതിൻ്റെ ആളുകളെ കണ്ടെത്തുന്നതിനെല്ലാം തന്നെ വിപുലമായ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇവർക്കുണ്ട്. അപ്പോൾ ഈ ഇടനിലക്കാർ തന്നെയാണ് ഇതിൻ്റെ ഒരു മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നതാണ്. അപ്പോൾ അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, പ്രത്യേകിച്ച് താരങ്ങളിലേക്കെല്ലാം കൂടുതലായി ഇത്തരം വാഹനങ്ങൾ, ഈ വിൻറ്റേജ് മോഡൽ വാഹനങ്ങളെല്ലാം തന്നെ ഇവരെല്ലാം തന്നെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. വലിയ വിലയ്ക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിലും കണ്ണികളുണ്ട്. ഈ താരങ്ങൾക്കിടയിലേക്കെല്ലാം തന്നെ ഇത് എത്തിക്കുന്നതിനും എല്ലാം തന്നെ ആളുകളുണ്ട്. ഈ പഴയ വാഹനങ്ങൾ കൊണ്ടുവന്നാലും അത് ചില ഗ്യാരേജുകൾ മുഖേന അത് മുഖം മിനുക്കിയെടുത്ത് കൃത്യമായിട്ട് തന്നെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത്, ഇതെല്ലാം തന്നെ ഓരോ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് കസ്റ്റംസ് കരുതുന്നത്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളടക്കം ഈ സമയത്തുണ്ടാകും. ഈ ഗ്യാരേജുകൾ നടത്തുന്നവരെ പോലും ഗ്യാരേജുകൾ നടത്തുന്നവരെയും ചോദ്യം ചെയ്യാനുള്ള ലിസ്റ്റിലേക്ക് പെടുത്തിയിട്ടുണ്ട്. ആർക്കിവിടെ ഇവർ വാഹനങ്ങൾ എത്തിക്കുന്നു എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും സംശയമുള്ള 188 വാഹനങ്ങളുടെ ലിസ്റ്റ് കൈമാറിയിട്ട് 38 വാഹനങ്ങളോളം മാത്രമേ പിടികൂടാനായിട്ട് കസ്റ്റംസിന് കഴിഞ്ഞിട്ടുള്ളൂ. പല വാഹനങ്ങളും ഇത് കടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വാഹനങ്ങൾ ഇതുവരെയും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കസ്റ്റംസ് അറിയിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അടുത്ത ആഴ്ചയോടെ കൂടുതൽ ഇടനിലക്കാരിലേക്ക് അടക്കം അന്വേഷണം നീളുകയാണ്. ഭവ്യ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.
ലഡാക്കിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു കേന്ദ്രം. 5 പേരിലധികം പേർ കൂട്ടം കൂടുന്നതിന് വിലക്കുണ്ട്. പ്രത്യേക അനുമതിയില്ലാതെ മാർച്ചോ പ്രതിഷേധ യോഗങ്ങളോ സംഘടിപ്പിക്കരുതെന്നും ഉത്തരവ്. മേഖലയിൽ ഇന്റർനെറ്റ് സേവനങ്ങളും കട്ട് ചെയ്തു. കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കും. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ആദ്യം അറിയേണ്ടത് ലഡാക്കിലെ നിലവിലുള്ള സാഹചര്യം അതെന്താണ്? ഒപ്പം ലഡാക്കിൽ പ്രതിഷേധ ശബ്ദമുയർത്തിയയാളെ ആ ശബ്ദം ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങളടക്കം ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതല്ലേ? ഭവ്യ, ലഡാക്കിലുള്ള സമര നേതാവായിട്ടുള്ള സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മേഖലയിൽ ഈ സമരങ്ങളും അതുപോലെ തന്നെ ഈ സംഘർഷം ശക്തമാകാൻ സാധ്യതയുള്ളതായിട്ട് വിവരം ലഭിച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് ഈ സുരക്ഷാ നിയന്ത്രണങ്ങൾ അത് മേഖലയിൽ കടുപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. ഇത് പ്രകാരം ഇപ്പോൾ BNSലെ സെക്ഷൻ 163 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതനുസരിച്ച് 5 പേരോ അധികം പേരോ കൂട്ടം കൂടാൻ അനുവദിക്കില്ല. അതുപോലെ തന്നെ പ്രത്യേകം എഴുതി ഒപ്പിട്ട് പ്രത്യേക അനുമതിയില്ലാതെ യോഗങ്ങളും അതുപോലെ തന്നെ റാലികളും ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്നും ഉത്തരവുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾ ഇതിനോടകം കട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ സേനയെ ലേ മേഖലയിൽ ഉൾപ്പെടെ വിന്യസിക്കാനായിട്ടും ഇപ്പോൾ നിലവിലുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ നല്ല രീതിയിൽ കടുപ്പിച്ച് അടുത്ത് ഇനി വീണ്ടും ഒരു പ്രതിഷേധം, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ കടുത്ത ഒരു പ്രതിഷേധം അത് സംഘർഷത്തിലേക്ക് നീളാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ലഡാക്കിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷങ്ങളിൽ ഏതാണ്ട് സൈനികരുൾപ്പെടെ 80ഓളം പേർക്ക് പരിക്കേൽക്കുകയും അത് 4 പേരുടെ മരണത്തിന് ഇടയാക്കുകയും എല്ലാം ഉൾപ്പെടെ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ അത് ഇനി വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള നിയന്ത്രണങ്ങളാണ് മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ അതോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മേഖലയിലുള്ള സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള നേതാവായിട്ടുള്ള സോനം വാങ്ചുക്കിനെ അദ്ദേഹത്തെ ഇപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ജോധ്പൂരിലും അദ്ദേഹം നിരാഹാര സമരം തുടരാനാണ് തീരുമാനമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ചില ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മേഖലയിലെ ഈ സുരക്ഷ അതുൾപ്പെടെ ഇപ്പോൾ കൂടുതൽ കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ മേഖലയിൽ ഇപ്പോൾ സമര പ്രതിനിധികൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാർ ചർച്ചയിലെടുക്കും. ഈ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ പ്രതിഷേധം കടുപ്പിച്ചിട്ടുള്ള ലഡാക്കിലുള്ള ലഡാക്ക് അപെക്സ് ബോഡി അതുപോലെ തന്നെ ഈ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് തുടങ്ങിയിട്ടുള്ള സംഘടനകളിൽ നിന്നാണ് പ്രതിനിധികൾ പങ്കെടുക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നുള്ള 6 പ്രതിനിധികൾ പങ്കെടുക്കും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ യോഗത്തിൽ അവരുടെ ആവശ്യങ്ങളും ചർച്ചയാകും. ഇവരുടെ ഈ സർക്കാർ മേഖലയിലുള്ള പ്രത്യേക പ്രാതിനിധ്യം, സംവരണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കും. ഇതിൽ അനുമതി നൽകുമെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുക, ഇത് സംസ്ഥാനമായി ലഡാക്ക് സംസ്ഥാനം രൂപീകരിക്കുക, അതുപോലെ തന്നെ സ്വയംഭരണം കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള അതൊന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലവിൽ പരിഗണിച്ചിട്ടില്ല എന്നാണ് വിവരം ലഭിക്കുന്നത്. സ്വയംഭരണത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇന്ന് ചർച്ച പോകില്ലെന്നാണ് അറിയിപ്പുള്ളത്. എന്നാൽ ഈ പ്രതിഷേധക്കാർ അവർ തങ്ങളുടെ ആവശ്യം കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കും എന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. സോനം വാങ്ചുക്കിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ മേഖലയിൽ ഇപ്പോൾ നിലവിൽ സംഘർഷം രൂക്ഷമാകാൻ സാധ്യതയുള്ളതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. ഹമാസിനെ ഇല്ലാതാക്കും വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് UN പൊതുസഭയിൽ പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ ബന്ദികളിൽ ബാക്കിയുള്ള 20 പേരെ തിരിച്ചയച്ച് ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഹമാസിൽ ഒരാളെയും ബാക്കി വെക്കില്ല. നെതന്യാഹു ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതിനിടെ നെതന്യാഹു സംസാരിക്കാനെത്തിയപ്പോൾ പൊതുസഭയിൽ നിന്ന് നിരവധി പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. Which I renamed Operation Rising Lion, that's from the Bible. This 12-day war will go down in the annals. Please order in the hall. Please order in the hall. Please order in the hall. Please order in the hall and please be seated.
ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ഉടമ്പടി ഏതാണ്ട് അടുത്തെത്തിയെന്ന സൂചനയും ട്രംപ് നൽകി. MJ മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഇന്നലെ UN പൊതുസഭയിൽ നമ്മൾ കണ്ടത് അസാധാരണമായ കാഴ്ചയായിരുന്നു. നെതന്യാഹു സംസാരിക്കാൻ വരുമ്പോൾ കൂക്കി വിളികളായിരുന്നു ചുറ്റും. 50-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ എഴുന്നേറ്റുപോയി. അത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരവേട്ടയ്ക്കുള്ള മറുപടി അല്ലേ? ഭവ്യ, തീർച്ചയായും അത്തരത്തിലുള്ള മറുപടി തന്നെയായിരുന്നു ഇന്നലെ UN പൊതുസഭയിൽ കാണാൻ സാധിക്കുകയും ചെയ്തത്. 50-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ മുതൽ കൂകികളുമായി രംഗത്തെത്തി. പിന്നാലെ ഡയസിലേക്ക് പ്രവേശിച്ചതിന് ബെഞ്ചമിൻ നെതന്യാഹു ഡയസിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പാകെ കൂകികളുമായി ഇവർ പുറത്തേക്ക് പ്രതിഷേധിച്ച് പോകുന്ന കാഴ്ചയും കാണാൻ സാധിക്കുകയും ചെയ്തു. അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവർ കൈകടികളുമായി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും തന്നെ അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. UN പൊതുസഭയിൽ ഉയർന്ന പ്രതിഷേധത്തിന് സമാനമായ രീതിയിൽ അതിന് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങുകയും ചെയ്തു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പോസ്റ്ററുകൾ ഉയർത്തി, പ്ലക്കാർഡുകൾ ഉയർത്തി വലിയ പ്രതിഷേധവും മുദ്രാവാക്യം വിളികളുമൊക്കെ പുറത്തുമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയായിരുന്നു ഇന്നലെ UN പൊതുസഭയിൽ ഇത്തരത്തിൽ പ്രസംഗം നടക്കുകയും ചെയ്തത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യാപകമായ പ്രതിഷേധവും നെതന്യാഹുവിനെതിരെ ഏതെങ്കിലും തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്തായിരുന്നു ഈ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഗാസയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നു വരുന്ന ഈ വംശഹത്യ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്ന് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു തീരുമാനവുമാകാതെ വംശഹത്യ തുടർന്നുകൊണ്ട്, കൊടും ക്രൂരത തുടർന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവരാണ് ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിനുശേഷവും ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണം തുടരുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഒരു തരത്തിലും പിന്നോട്ടില്ല. ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നത് വരെ, പ്രത്യേകിച്ച് ഇവരുടെ 20 ബന്ദികൾ ഹമാസിന്റെ കൈകളിലുണ്ട്, അവരെ തിരികെ നൽകിയതിനു ശേഷം ആയുധം താഴെ വെക്കുക, അതല്ല എങ്കിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു UN പൊതുസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ മറ്റൊരു ശുഭസൂചനകൾ നൽകുന്ന ചില പ്രസ്താവനകൾ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഗാസയിൽ ഉടൻ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചനയായിരുന്നു ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ബെഞ്ചമിൻ നെതന്യാഹു വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് അധിനിവേശം നടത്താനുള്ള ഒരു തീരുമാനം അതുടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ട്രംപ് പറയുന്നു. അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപ് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്താൻ ഇസ്രായേലിനെ അനുവദിക്കില്ല, താൻ ഉള്ളിടത്തോളം കാലം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ പോകില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ഇനി ഉണ്ടാകില്ല എന്ന് ട്രംപ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ ഒരു പ്രതികരണത്തിലൂടെ സമാധാനം അകലെയല്ല എന്നുള്ള ചില ശുഭപ്രതീക്ഷകൾ കൂടി പുറത്തു വരുന്നുണ്ട്. MJ മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ UN പൊതുസഭയിൽ വാനോളം പുകഴ്ത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ലോകത്തിലെ വിനാശകരമായ യുദ്ധങ്ങൾ നിർത്താൻ ഇടപെട്ട് ട്രംപ് മനുഷ്യരാശിയെ രക്ഷിച്ചെന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ പരാമർശം. സൗത്ത് ഏഷ്യയിലുണ്ടായ യുദ്ധം അവസാനിപ്പിക്കാനും ട്രംപ് ഇടപെട്ടെന്നും ഷഹബാസ് ഷെരീഫ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇന്ന് സംസാരിക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 ജയശങ്കർ പൊതുസഭയെ അഭിസംബോധന ചെയ്യുക. ഇന്ത്യയുമായി ഉണ്ടായ സൈനിക സംഘർഷത്തിനിടെ 7 ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ തകർത്തെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്കും S. ജയശങ്കർ മറുപടി നൽകും. കായംകുളം കണ്ടല്ലൂരിൽ 4.5 വയസ്സുകാരനെ ക്രൂരമായി ചട്ടുകം പഴിപ്പിച്ച് പൊള്ളിച്ച സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. കനകക്കുന്ന് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 4 ദിവസം മുൻപായിരുന്നു കുട്ടി നിക്കറിൽ മലമൂത്ര വിസർജനം നടത്തിയതിൽ പ്രകോപിതയായി അമ്മയുടെ ഈ ക്രൂരകൃത്യം. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, നമ്മളെയൊക്കെ മനുഷ്യ മനസാക്ഷിയൊക്കെ ഞെട്ടിക്കുന്ന സംഭവമാണ്, എല്ലാവരെയും വേദനിപ്പിക്കുന്ന സംഭവമാണ്. കാര്യത്തിൽ സംശയമില്ല, ഒരു അമ്മ തന്നെയാണ്, പെറ്റമ്മ തന്നെയാണ് കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായി ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ചത്. അമ്മ അറസ്റ്റിലല്ലേ?
അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടി അതിനകത്ത് കുറച്ചുകൂടെ മാനസികമായ കുറച്ച് പരിഗണനകൾ കാണിച്ചിരുന്നു. കാരണം ഈ കുഞ്ഞ് ഇത്തരത്തിൽ അമ്മ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടും കുഞ്ഞ് അമ്മയോട് വളരെയധികം അടുപ്പം കാണിക്കുകയും ആ ഒരു നിലവിൽ അറിയാലോ ഒരു പരിക്കേറ്റ അവസ്ഥയിലാണ് കുട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ കുട്ടിയെ മാറ്റിയതിനു ശേഷം അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്താമെന്നുള്ള ഒരു രീതിയിലേക്കാണ് പോലീസ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടിയെ ട്രീറ്റ്മെന്റിനായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യിക്കാനായിട്ടുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അമ്മയെ ഇപ്പോൾ അമ്മയെ സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ 19-നാണ്. ഈ കഴിഞ്ഞ 19-ാം തീയതി ഈ കുഞ്ഞിനെ അമ്മ ചട്ടുകം ഉപയോഗിച്ച് പൊള്ളിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ കുഞ്ഞിന് പൊള്ളലേറ്റ രീതിയിൽ കായംകുളം പറവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ച സമയത്ത് അമ്മ പറഞ്ഞത് കുട്ടി ചപ്പാത്തി ചുടുന്ന ചൂടായ കല്ലിൽ ഇരുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ പിൻഭാഗത്ത് 2 ഇടങ്ങളിലും ഒപ്പം തന്നെ കാലിൻ്റെ മുട്ടിന് താഴെയും തുടയുടെ സൈഡിലുമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തി. അതെല്ലാം തന്നെ വലിയ പൊള്ളലുകളാണ് കുഞ്ഞിന് ഏറ്റിട്ടുള്ളതും. അപ്പോൾ അങ്ങനെ പൊള്ളലേറ്റ് തൊലി മാറിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ 4.5 വയസ്സുകാരനെ പ്രാഥമികമായ ചികിത്സയ്ക്ക് ശേഷം കുട്ടി അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോയി. ആശുപത്രി അധികൃതർ നൽകിയ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോലീസിനെ വിവരം അറിയിച്ചു. ഒപ്പം തന്നെ ഈ കൂടുതൽ അന്വേഷണത്തിൽ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുഞ്ഞ് പറഞ്ഞത് കുട്ടി ഇട്ടിരുന്ന വസ്ത്രത്തിൽ മലമൂത്ര വിസർജനം നടത്തിയത് കൊണ്ട് അടിച്ചതാണ്, ആ രീതിയിൽ അമ്മ ഉപദ്രവിച്ചതാണ് എന്നുള്ള രീതിയിലാണ് കുഞ്ഞ് പറഞ്ഞത്. പിന്നീട് കുഞ്ഞത് മാറ്റി പറഞ്ഞു. കാരണം കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി പോയിരുന്നു. പോലീസും അവരെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ തേടിയപ്പോൾ കുട്ടി പലതവണ മാറ്റി പറഞ്ഞു. അമ്മ കൊണ്ടുപോയതിനു ശേഷം പിന്നീട് കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കം നൽകിയതിനു ശേഷം അവർ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് അമ്മയ്ക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഒപ്പം അച്ഛൻ ഇവിടെ ഇല്ല, മിലിറ്ററിയിലാണുള്ളത്. അച്ഛനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ കുഞ്ഞിനെ ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ച അമ്മ അറസ്റ്റിലായിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ വേഗം മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണിത്. യുഎന്നിന്റെ ഭാവി എങ്ങനെ? ശ്രീജ ശ്യാം വിശദീകരിക്കുന്നു. കാണാം. ഐക്യരാഷ്ട്രസഭ അഥവാ യുണൈറ്റഡ് നേഷൻസ് അതിന്റെ 80-ാം വാർഷികത്തിലേക്ക് അടുക്കുമ്പോൾ ലോകം മുമ്പെങ്ങുമില്ലാത്ത വിധം യുഎന്നിന്റെ നിലനിൽപ്പിനെയും പ്രസക്തിയെയും ചോദ്യം ചെയ്യുകയാണ്. ശീതയുദ്ധത്തിന് ശേഷമുള്ള ലോകക്രമത്തെ സമാധാനത്തോടെ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഈ ആഗോള സ്ഥാപനം ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുന്നു. വൻ ശക്തികൾ തമ്മിലുള്ള കിടമത്സരം, സാമ്പത്തിക പ്രതിസന്ധി, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മാറ്റമില്ലാതെ തുടരുന്ന ലോകഘടന എന്നിവയൊക്കെയാണ് യുഎന്നിന്റെ വിശ്വാസ്യതയെ പ്രതിസന്ധിയിലാക്കുന്നത്. യുക്രൈൻ, സുഡാൻ, ഗാസ തുടങ്ങിയ ഇടങ്ങളിൽ എത്രയോ നാളായി സംഘർഷം തുടരുകയാണ്. പ്രധാന ലോകശക്തികൾ യുഎന്നിനെ മറികടന്ന് ഇവിടെയൊക്കെ സ്വന്തം താൽപ്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതും യുദ്ധാനന്തര ലോകക്രമത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. പാരിസ്ഥിതിക വെല്ലുവിളികൾ, സാങ്കേതിക വിദ്യാ മുന്നേറ്റങ്ങൾ, വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം തുടങ്ങിയ ആഗോള വെല്ലുവിളികളും മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും യുഎന്നിന്റെ സമഗ്രമായ പരിഷ്കരണത്തിന്റെ അടിയന്തര ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ സമയത്ത് തന്നെയാണ് ആഗോളതലത്തിൽ ഇന്ത്യ തങ്ങളുടെ ശ്രദ്ധേയ സാന്നിധ്യം അറിയിക്കുന്നത്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രസക്തി ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്തിന് അർഹമായ സ്ഥാനവും സ്വാധീനവും ലഭിക്കേണ്ടതിന്റെ ആവശ്യകതയും ഉയർത്തിക്കാണിക്കുന്നു. 1945-ൽ 51 അംഗരാജ്യങ്ങളുമായി സ്ഥാപിതമായതു മുതൽ യുഎൻ സമാധാനം, സുരക്ഷ, സഹകരണം എന്നിവ ഉറപ്പാക്കാനാണ് ശ്രമിച്ചത്. ഇന്ന് 193 രാജ്യങ്ങൾ യുഎന്നിൽ അംഗങ്ങളാണ്. യുദ്ധം ഒഴിവാക്കൽ, സമാധാന ദൗത്യങ്ങൾ, കോളനി വൽക്കരണത്തിൽ നിന്നുള്ള മോചനം, വികസ്വര രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൽ, ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടം, സഹായം ഏകോപിപ്പിക്കൽ ഇവയൊക്കെയാണ് യുഎൻ ചെയ്തു വരുന്നത്. ഇതോടൊപ്പം മറ്റൊരു പ്രധാന റോൾ കൂടി യുഎൻ വഹിക്കുന്നുണ്ട്. 2 സൂപ്പർ പവറുകളുടെ രൂക്ഷമായ മത്സരത്തെ അതിജീവിച്ച് സമാധാനപരമായ ഒരു ലോക സാഹചര്യം സൃഷ്ടിക്കുകയാണത്. എങ്കിലും ഈ 8ാമത്തെ പതിറ്റാണ്ട് എത്തുമ്പോൾ യുഎന്നിന്റെ ഘടനാപരമായ വിള്ളലുകൾ തുറന്നു കാട്ടപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സുരക്ഷാ കൗൺസിൽ പലപ്പോഴും P5, അതായത് സ്ഥിരാംഗങ്ങളായ 5 രാജ്യങ്ങൾ, ഇവരുടെ വീറ്റോ അധികാരത്തിൽ സ്തംഭിച്ചു പോകുന്നു. എ കാർ വിത്ത് എക്സലന്റ് എഞ്ചിൻ പവർ ബട്ട് എ ജാംഡ് സ്റ്റിയറിംഗ് വീൽ, അതായത് കാറ് കൊള്ളാം, എഞ്ചിൻ കൊള്ളാം,
പക്ഷേ സ്റ്റിയറിംഗ് വീൽ അനക്കാനാവില്ല എന്നതാണ് UN പറ്റി വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചില രാജ്യങ്ങൾ ഫണ്ടിംഗ് തടഞ്ഞുവെക്കുന്നത്, ഏജൻസികളിൽ നിന്ന് പിന്മാറുന്നത് തുടങ്ങിയവയൊക്കെ UN പ്രവർത്തനശേഷിയെ പരിമിതപ്പെടുത്തുകയും അതിന്റെ പ്രസക്തി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ആഗോളതലത്തിലുള്ള കൂട്ടായ മേൽനോട്ടം എന്ന ആശയത്തെ തന്നെ ഇത് ദുർബലപ്പെടുത്തുന്നുമുണ്ട്. UN പരിഷ്കരണത്തിനായുള്ള ആവശ്യം പുതിയതല്ലെങ്കിലും ഈ 80-ാം വയസ്സെത്തുമ്പോൾ അത് സമാനതകളില്ലാത്ത തരത്തിലൊരു അടിയന്തര സ്വഭാവം കൈവരിച്ചിരിക്കുന്നു. കാരണം ഇന്നത്തെ ലോകം 1945-ൽ UN രൂപീകൃതമായ സമയത്തെ ലോകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. സുരക്ഷാ കൗൺസിലിന്റെ ഇപ്പോഴത്തെ ഘടന ഇന്നത്തെ ആഗോള യാഥാർത്ഥ്യങ്ങളെ ഒന്നും പ്രതിഫലിപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം. 45-ലെ ലോകശക്തികൾക്ക് അമിതമായ അധികാരം നൽകുന്ന ആ ഘടന ആ രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ നിയമസാധുതയെയും വിശ്വാസ്യതയെയും ഇല്ലാതാക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും അതിവേഗം വളരുന്നതുമായ പല രാജ്യങ്ങൾക്കും പ്രാതിനിധ്യമില്ലാത്തത് ആ UN എന്ന സംഘടനയുടെ പ്രവർത്തനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നു. സ്ഥാപനപരമായ അസന്തുലിതാവസ്ഥ വികസ്വര രാജ്യങ്ങളെ കടബാധ്യതയും തുല്യമല്ലാത്ത പ്രാതിനിധ്യവുമായി മല്ലിടാനാണ് പലപ്പോഴും പ്രേരിപ്പിക്കുന്നത്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോഴും പഴയ കൊളോണിയൽ വിഭജനങ്ങളുടെ സ്വാധീനം അതിൽ ഉണ്ടാവാറുണ്ട് എന്നും വിമർശനമുണ്ട്. കാലാവസ്ഥാ പ്രതിസന്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ ഭീഷണികൾ, അതിർത്തി കടന്നുള്ള ആരോഗ്യ അടിയന്തരാവസ്ഥകൾ എന്നിവയെ അഭിമുഖീകരിക്കാൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള UN ചട്ടക്കൂടിന് കഴിയുന്നില്ല. UN തുടക്കം കുറിച്ചവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വെല്ലുവിളികളാണ് ഇതൊക്കെ. പരിഷ്കരണം എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിനാകെ വേണ്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് കാണിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കാര്യക്ഷമത, ഉത്തരവാദിത്വം, ആധുനികമായ പ്രസക്തി എന്നിവ ലക്ഷ്യമിട്ട് UN80 ഇനീഷ്യേറ്റീവ് എന്ന വിപുലമായ ഒരു പരിഷ്കരണ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ ബ്ലൂ പ്രിന്റിന്റെ 3 പ്രധാനപ്പെട്ട പില്ലറുകൾ ഇവയൊക്കെയാണ്: കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, ഉദ്യോഗസ്ഥ മേധാവിത്വം കുറയ്ക്കുക, സെക്രട്ടേറിയറ്റ് മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുക, ചില പ്രവർത്തനങ്ങൾ കുറഞ്ഞ ചിലവുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക. ഇതിൽ മാൻഡേറ്റ് യുക്തിസഹമാക്കൽ, കാലാഹരണപ്പെട്ട ആയിരക്കണക്കിന് പ്രമേയങ്ങൾ അവലോകനം ചെയ്യുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യുക, ഘടന പുനഃക്രമീകരിക്കൽ, അതായത് ഏജൻസികളെ ലയിപ്പിക്കുക, ഇരട്ടിപ്പ് കുറയ്ക്കുക, സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കാനുള്ള ആക്സിലറേറ്ററുകൾ സ്ഥാപിക്കുക തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമാധാനം, വികസനം, മനുഷ്യാവകാശം എന്നീ 3 അടിസ്ഥാന തത്വങ്ങളിൽ യോജിപ്പ് കൈവരിക്കാനാണ് ഈ ബ്ലൂ പ്രിന്റ് ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും സുരക്ഷാ കൗൺസിൽ പരിഷ്കരണം പോലുള്ള കൂടുതൽ സമൂലമായ മാറ്റങ്ങൾക്ക് അംഗരാജ്യങ്ങൾക്കിടയിൽ ഒരു സമവായം വേണം. ഇത് വലിയ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്. ബഹുരാഷ്ട്രവാദത്തിന്റെ പ്രധാന വക്താവാണ് ഇന്ത്യ. പുതിയ അധികാര കേന്ദ്രങ്ങളെയും ജനസംഖ്യയും ഒക്കെ അംഗീകരിക്കുന്ന പരിഷ്കാരങ്ങൾക്കായാണ് ഇന്ത്യ വാദിക്കുന്നത്. വികസിപ്പിച്ച സുരക്ഷാ കൗൺസിലിനായുള്ള ഇന്ത്യയുടെ ആവശ്യം ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും ഗ്ലോബൽ സൗത്തിലെ വലിയൊരു വിഭാഗവും പിന്തുണയ്ക്കുന്നുണ്ട്. ചൈന പോലുള്ള ചില രാജ്യങ്ങളുടെ എതിർപ്പ് ആ ചർച്ചയെ തടസ്സപ്പെടുത്തുന്നുവെങ്കിലും പല മേഖലകളിലും ഇന്ത്യയുടെ വളർച്ച പ്രകടമാണ്. ഉദാഹരണത്തിന് സമാധാന പരിപാലന ദൗത്യം. 50-ലധികം UN ദൗത്യങ്ങളായി ഏകദേശം 2,90,000 സമാധാന സേനാനികളെ സംഭാവന ചെയ്ത ഇന്ത്യ സൈന്യത്തെ സംഭാവന ചെയ്യുന്ന മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയുടെ വികസന പദ്ധതികളാണ് മറ്റൊരു കാര്യം. സ്വച്ഛ ഭാരത്, UN സുസ്ഥിര ലക്ഷ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. COVID-19 പാൻഡമിക് സമയത്ത് 100-ലധികം രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകിയത് ഇന്ത്യയുടെ ആ പ്രതിബദ്ധതയുടെ ഉദാഹരണമാണ്. ഗ്ലോബൽ സൗത്തിന്റെ ചാമ്പ്യൻ എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഏകദേശം 70 രാജ്യങ്ങളിൽ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകിക്കൊണ്ട് ഇന്ത്യ ഗ്ലോബൽ സൗത്ത് സഹകരണത്തെ സജീവമായി പിന്തുണയ്ക്കുന്നു. ആഗോള അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനും വികസ്വര രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി ഇന്ത്യ UN എന്നും ശബ്ദമുയർത്തുന്നുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ, മാനുഷിക സഹായം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ പ്രായോഗിക നയതന്ത്രം UN ഘടനയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ നേതൃപരമായ ഒരു പങ്ക് വഹിക്കാൻ രാജ്യത്തെ സജ്ജമാക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രവും വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയും എന്ന നിലയിൽ സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെയുള്ള ഉന്നത സമിതികളിൽ ഇന്ത്യക്ക് തുല്യമായ പ്രാതിനിധ്യം ലഭിക്കുന്നത് UN പുതിയ ഊർജവും വിശ്വാസ്യതയും നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. UN80 ഇനീഷ്യേറ്റീവ് വിഭാവനം ചെയ്യുന്ന പരിഷ്കരണ പദ്ധതിയുമായി ഇന്ത്യയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. UN അതിന്റെ 80-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ പരിഷ്കരണം വാക്കുകളിൽ നിന്ന് ഫലങ്ങളിലേക്ക് മാറേണ്ടതുണ്ട്. ഇന്ത്യയെ പോലുള്ള വളർന്നു വരുന്ന ശക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും അടിയന്തരമായ പരിഷ്കരണത്തിലൂടെയും മാത്രമേ വരും കാലത്ത് UN നിലനിൽക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ന്യൂസ് കാണാം. ഇടവേളയ്ക്ക് ശേഷം ശ്രീജ ചേരും. നമസ്കാരം.